നസർ, അങ്ങനെ ഈ ഉള്ളവനും എമ്പുരാൻ കണ്ടു റിലീസ് ചെയ്തതിൻ്റെ 2ാം ദിവസം 27-ന് റിലീസ് ചെയ്തു. 28-ാം തീയതി ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തെ ട്രാവൻകൂർ മാളിലെ തിയേറ്ററിൽ പോയാണ് സിനിമ കണ്ടത്. ഞാനൊരു സിനിമാ നിരൂപകനല്ല, സിനിമാ പണ്ഡിതനുമല്ല, സിനിമയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും കൃത്യമായി വഴങ്ങത്തുമില്ല. പക്ഷെ ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ നിശ്ചയിച്ച ആളാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ റിവ്യൂ കേൾക്കാതിരിക്കുകയാണ് നല്ലത്. പരമാവധി കഥ പറയരുത്, സിനിമ എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒന്നും പറയരുത് എന്ന് ആഗ്രഹിക്കുമ്പോഴും ഇതിലെ ചില വിമർശനങ്ങൾ, ചില സീനുകളെക്കുറിച്ച് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും. അത് സ്പോയിലർ ആവാം. അതുകൊണ്ട് ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ റിവ്യൂ കാണാതിരിക്കുക. നല്ലത് അധികമൊന്നും ചൂണ്ടിക്കാട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ വീഴ്ചകളായിരിക്കും കൂടുതലായി പറയുക. പക്ഷെ എങ്കിൽ പോലും ഈ സിനിമ കാണുന്നതിൽ തെറ്റില്ല. കാരണം ഇത്രയും കാശ് മുടക്കി ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കണ്ടിരിക്കുന്നത് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് അനുഭവമായിരിക്കും. അതുകൊണ്ട് സിനിമ മോശമാണ് എന്ന് പറയുമ്പോഴും ഞാൻ പ്രേക്ഷകരെ ആദ്യമേ ഉപദേശിക്കുന്നത് കാണുന്നതിൽ തെറ്റില്ല എന്നാണ്. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ. ഈ സിനിമയുടെ ചർച്ച ചെയ്യേണ്ട 2 ഭാഗങ്ങളാണ്. ഒന്നതിലെ രാഷ്ട്രീയം, രണ്ടതിൻ്റെ മെറിറ്റ്. ഇതിൽ രാഷ്ട്രീയമാണ് ഇതുവരെ ചർച്ചയായത്. വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഇത്രയധികം ചർച്ചയാക്കേണ്ട ഒന്നാണോ ഇതിലെ രാഷ്ട്രീയം? രാഷ്ട്രീയമുണ്ട്, സംഘവിരുദ്ധ രാഷ്ട്രീയമാണ്. അത് ഇത്രയധികം ചർച്ചയാക്കേണ്ടതുണ്ട്. ഒരു സിനിമയിൽ പരാമർശിക്കപ്പെട്ടു പോയി എന്നതുകൊണ്ട് മാത്രം ഇല്ലാതാകുന്നതാണോ സംഘരാഷ്ട്രീയം? ഒരു സിനിമക്കാരൻ അയാളുടെ രാഷ്ട്രീയം ആ സിനിമയിലൂടെ പറഞ്ഞതിൻ്റെ പേരിൽ അയാൾക്കെതിരെ കൊലവിളി നടത്തേണ്ടതുണ്ടോ? ആ സിനിമയിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ മോദിയോടും സംഘപരിവാറിനോടും രാജ്യത്തോടും കൂറു പുലർത്തുന്ന അനുഭവമുള്ള മോഹൻലാലിനെ ശിക്ഷിക്കേണ്ടതുണ്ടോ? മോഹൻലാലിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളയണമെന്നൊക്കെയുള്ള പോസ്റ്റുകൾ കണ്ടു. ഇങ്ങനെയൊന്നും ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കേണ്ടതൊന്നുമില്ല. ഇത് സിനിമയാണ്. ആ സിനിമയ്ക്ക് രാഷ്ട്രീയം ഉണ്ടാവാം. രാഷ്ട്രീയം വേണമോ വേണ്ടയോ എന്ന് വയ്ക്കേണ്ടത് സിനിമയ്ക്ക് കാശ് മുടക്കുന്നവരാണ്. ആ രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് സിനിമയ്ക്ക് ഗുണം കിട്ടുമെങ്കിൽ അവർ അത് പറയട്ടെ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഒരു മോദിയെ വിമർശിക്കരുതെന്നോ സംഘപരിവാറിനെ വിമർശിക്കരുതെന്നോ എന്നൊന്നും ഒരിടത്തുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹമാസ് എന്ന് പറയുന്ന സംഘടന ഭീകര സംഘടനയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷവും ഹമാസിനെ ഭീകര സംഘടനയായി കരുതുന്നയാളാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഹമാസിനെ അനുകൂലിച്ച് പ്രകടനം നടത്തരുതെന്നോ ഹമാസിനു വേണ്ടി ശബ്ദിക്കരുതെന്നോ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം ഇന്ത്യ രാജ്യം ഹമാസിനെ ഭീകര സംഘടനയായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹമാസിന് അനുകൂലമായി പ്രകടനം നടത്താൻ, ഹമാസിന് വേണ്ടി വാദിക്കാൻ ഇന്ത്യയിലെ ഏത് പൗരനും അവകാശമുണ്ട്. നമുക്ക് എതിർപ്പുണ്ട് എന്നതുകൊണ്ട് മാത്രം ഹമാസിനെ അനുകൂലിക്കുന്നവർ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇതും. സംഘപരിവാർ രാജ്യം ഭരിക്കുന്നു. അവരെ രാജ്യഭരണം ഏൽപ്പിച്ചത് ഇവിടുത്തെ ജനമാണ്, അല്ലാതെ അവർ ഓട് പൊളിച്ച് വന്നവരല്ല. അവരവിടെ എത്തിയത് ഈ വിമർശനങ്ങൾ ഇതിനേക്കാൾ ശക്തമായി കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി ഇവിടെ നടന്നതിന്റെ തുടർച്ചയായി തന്നെയാണ്. ഈ സിനിമയിൽ പറയുന്ന ഗുജറാത്ത് കലാപവും ഗർഭിണിയെ ശൂലം കൊണ്ട് കുത്തിയെടുക്കുന്നതുമൊക്കെ കഴിഞ്ഞ 2 ദശാബ്ദത്തിലധികമായി ഇവിടെ ചർച്ചയായ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉള്ളപ്പോൾ തന്നെയാണ് അന്ന് ഗുജറാത്ത് ഭരിച്ചിരുന്ന മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതും 3ാം പദവിയിലെത്തിയതും. അതുകൊണ്ട് അതിര് കടന്ന ചർച്ചയാണ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ബജ്രംഗി എന്ന് പറയുന്ന ഒരു വില്ലൻ ഈ സിനിമയിലുണ്ട്. ആ വില്ലൻ അമിത്ഷായാണ് എന്ന മുൻവിധിയോടെയാണ് സംഘപരിവാറുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു സൂചനയുമില്ല. ബജ്രംഗിക്ക് എന്തെങ്കിലും അധികാരമുള്ളതായി ഒരിടത്തും പറയുന്നില്ല. അതൊരു വ്യാഖ്യാനമാണ് എന്ന് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഗോദ്ര ട്രെയിൻ തീവയ്പ്പിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി പറയാമായിരുന്നു. വെറുതെ അല്ല ഗുജറാത്തിൽ കലാപം നടന്നത് എന്ന്. ഇത് ഗോദ്ര തീവയ്പ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സന്യാസിമാരടക്കമുള്ളവർ മരിച്ചത് കാണിക്കുന്നുണ്ട്. അതിന് തുടർച്ചയാണ് കലാപമെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ ഇത്രയധികം ബഹളം വയ്ക്കാനൊന്നുമില്ല എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട പക്ഷം. മാത്രമല്ല, തിരുവാതിര കളിയിലൂടെ CPM-നെയും പരിഹസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ രാഷ്ട്രീയം അമിതമായി ചർച്ചയായി അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വാസ്തവത്തിൽ ഈ രാഷ്ട്രീയ ചർച്ച, സംഘപരിവാറിൻ്റെ ഇടപെടൽ, അവരുടെ അതിവൈകാരികമായ സമീപനം അത് ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യും. ഈ സിനിമ സാമ്പത്തികമായി വിജയിക്കാനുള്ള സാധ്യതയില്ല, തീർച്ചയായും ഇല്ല. പക്ഷെ എങ്കിൽ പോലും മോഹൻലാൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്ന 48 മണിക്കൂർ കൊണ്ട് 100 കോടി കടന്നെന്ന്, അത് അവാസ്തവമാകണമെന്നില്ല. 100 കോടി കടക്കാം, 150 കോടിയിലേക്ക് എത്താം, അത്ഭുതമൊന്നുമില്ല. കാരണം അത്രയും വലിയ തള്ളായിരുന്നു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജും സംഘവും നടത്തിയത്. പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ഭാര്യ. അവരുടെ ഈ തള്ളിൽ ജനങ്ങൾ വിശ്വസിച്ചു പോയി. ഒരുപാട് പേർ സിനിമ ബുക്ക് ചെയ്തു. വിദേശ രാജ്യങ്ങളിലടക്കം എല്ലായിടത്തും സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് ആയിരുന്നു. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. മാർക്കറ്റിംഗ് തന്ത്രത്തിൽ അത് വിജയിച്ചു. അസാധാരണമായി തള്ളി ഇതൊരു മഹാസംഭവമാണെന്ന് തോന്നലുണ്ടാക്കി ആളുകൾ സിനിമ ബുക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സിനിമ
മിനിമം ഗ്യാരണ്ടി ഉറപ്പാക്കി. അത് ഈ സിനിമയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തള്ളായിരുന്നു. രണ്ടാമത്തേത് സംഘവിരോധം എന്ന ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു ഈ സംഘവിരോധത്തിന്റെ എലമെന്റ് ഉണ്ടാക്കിയെടുത്തത് വാസ്തവത്തിൽ ഈ സിനിമയുടെ അണിയറക്കാർ തന്നെയാണ്. കാരണം സിനിമയുടെ ക്വാളിറ്റി അത്ര മോശമാണെന്നും സിനിമയുടെ മെറിറ്റിനെ കുറിച്ച് ചർച്ച നടന്നാൽ ആളുകൾ വിട്ടുപോകുമെന്നും തിരിച്ചറിഞ്ഞ പൃഥ്വിരാജിന്റെയും അണിയറക്കാരുടെയും അതിബുദ്ധിയിലാവാം സംഘപരിവാറിനെ കളത്തിലിറക്കി ഈ യുദ്ധം നയിക്കാൻ നേതൃത്വം കൊടുത്തു. ഇവർ രംഗത്തിറങ്ങിയതോടെ എതിർഭാഗവും സജീവമായി. ഇപ്പൊ സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടു, ഞാൻ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ ഇനി കണ്ടു കഴിഞ്ഞേക്കാമെന്ന്. ഇത്തരത്തിൽ സംഘവിരുദ്ധമാണ് എന്ന തോന്നലുണ്ടാവുകയും സംഘപരിവാറിന് പണി കൊടുക്കുന്നതിന് വേണ്ടി സിനിമ വിജയിപ്പിക്കണമെന്ന വാശി മറുഭാഗത്തിനുണ്ടാവുകയും ചെയ്തു. ഇവിടുത്തെ പൊതുസമൂഹം എന്ന് പറയുന്നത് സംഘവിരുദ്ധമാണ്, പൊതുബോധം എന്ന് പറയുന്നത് സംഘവിരുദ്ധമാണ്. അതുകൊണ്ട് സംഘവിരുദ്ധമായ അജണ്ടയുമായി രംഗത്തിറങ്ങിയാൽ ഒരുപാട് പേർ സിനിമയ്ക്ക് എത്തും. അത് രണ്ടാം ഭാഗം അതാണ്. ഒന്നാം ഭാഗം തള്ളിലൂടെ ഈ സിനിമയിൽ പരമാവധി അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടാക്കി, അതാണല്ലോ 100 കോടി എന്ന് പറയുന്നത്. രണ്ടാം ഭാഗമായി സംഘവിരുദ്ധ അജണ്ടയുണ്ടാക്കി അവരെയും കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്ത്രപൂർവ്വമായ നീക്കമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ സിനിമ സാമ്പത്തിക വിജയം നേടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 228 കോടി രൂപയാണ് ചെലവ്. അതുകൊണ്ട് തന്നെ ഈ ടാക്സ് അടക്കമുള്ള തിയേറ്റർ വിഹിതം കൊടുക്കുന്നത് അടക്കമുള്ളത് കഴിഞ്ഞ് ഇത് ലാഭം ഉണ്ടാക്കണമെങ്കിൽ 350-400 കോടി ഉണ്ടാവണം. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ ഓളം കഴിയും. അടുത്ത ആഴ്ചയോടുകൂടി ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ച അവസാനിക്കും, പതിയെ പോകും. പിന്നെ കുറേ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്ന എൻ്റെ സഹോദരിയോട് ഞാൻ ചോദിച്ചു, ബുക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പം 6-7 ബുക്കിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഈ സിനിമ പതിയെ അസ്തമിക്കുകയും ചെയ്യും. രാഷ്ട്രീയം മാറ്റിവെച്ച് നമുക്കിനി സിനിമയുടെ മെറിറ്റിലേക്ക് പോകാം. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ലൂസിഫർ എന്ന ആളുകൾ നെഞ്ചിലേറ്റിയ ഒരു സിനിമയുടെ 2ാം ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രതീക്ഷ ലൂസിഫറിനപ്പുറമാണ്. അതാണ് ഈ സിനിമയുടെ ആദ്യത്തെ കടമ്പ. ലൂസിഫർ ഒരു മനോഹരമായ ചിത്രമായിരുന്നു. ഇത്തരം വിവാദങ്ങളൊന്നും ആ സിനിമയെ ചുറ്റുണ്ടായില്ല. പൃഥ്വിരാജിന് വലിയ കയ്യടി കിട്ടി, മോഹൻലാലിന് വലിയ അഭിനന്ദനം കിട്ടി, സിനിമ കണ്ടവർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു, സാമ്പത്തികമായി വലിയ സക്സസ് ആയിരുന്നു. അപ്പോൾ ലൂസിഫർ കണ്ട മനുഷ്യർ, ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ, അബ്രാം ഖുറേഷിയെ ഇഷ്ടപ്പെട്ട മനുഷ്യർ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കാണാൻ വേണ്ടി പോയതാണ്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു പ്ലേസിംഗ് ആയിരുന്നു സിനിമയ്ക്ക് ഇതിനെ അണിയറ പ്രവർത്തകർ കൊടുത്തത്. ലൂസിഫർ ഒന്നുമല്ല, അതിൻ്റെയൊക്കെ 10 മടങ്ങ് വലുതാണ്. അത്രയുമധികം ചെലവുണ്ട്, അത്രയധികം രാജ്യങ്ങളിൽ ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നു, അത്രയധികം വലിയ മഹാസംഭവമാണ് എന്ന തരത്തിലുള്ള പ്രചരണം കൊടുത്തു. അതുകൊണ്ട് ആ ലൂസിഫർ ആണ് ഈ സിനിമയുടെ ഹൈപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത്. മാത്രമല്ല ലൂസിഫർ എടുത്തതുപോലെ അല്ല, ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന തരത്തിലാണ് എടുത്തത്. ഈ പാൻ ഇന്ത്യൻ കൾച്ചർ ആരംഭിച്ചിരിക്കുന്നത് ബാഹുബലിയിലൂടെയാണ്. അതിനു മുമ്പ് മലയാള സിനിമ, തെലുങ്ക് സിനിമ, തമിഴ് സിനിമ, കന്നഡ സിനിമ എന്ന തരത്തിലായിരുന്നു. ഈ പാൻ ഇന്ത്യൻ സിനിമ ഇല്ലായിരുന്നു, അത് ഹിന്ദി സിനിമ മാത്രമായിരുന്നു. ഈ സൗത്ത് ഇന്ത്യൻ സിനിമകൾ കൂടി ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളിലും എത്തിക്കുക, അത് മാത്രമേ സാധിക്കൂ. ഇതൊരു സത്യമാണ്. മലയാള ഭാഷയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ബഷീറിനെ പോലൊരു എഴുത്തുകാരൻ മലയാളത്തിൽ എഴുതി എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ലോക പ്രശസ്തനാകാതെ പോയത്. ഏറ്റവും കുറഞ്ഞത് ഒരു പാൻ ഇന്ത്യൻ എഴുത്തുകാരനാവാനുള്ള അർഹതയുണ്ടായിരുന്നു. ആ പരിമിതിയെ മറികടക്കാൻ കണ്ടെത്തിയ വഴിയാണ് നമ്മുടെ ഭാഷാ സിനിമകൾ ഇന്ത്യയിൽ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തരത്തിൽ അവതരിപ്പിക്കും. ഇത് ബാഹുബലിയാണ് തുടക്കമിട്ടത്. അത് ഡബ്ബിങ്ങിലൂടെ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പാൻ ഇന്ത്യൻ സിനിമാ താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി പാൻ ഇന്ത്യൻ പശ്ചാത്തലമൊരുക്കിയാണ് സിനിമ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ബാഹുബലിയും KGF-ഉം പുഷ്പയും ഒക്കെ വിജയിച്ചത്. ഈ മോഡൽ രാജ്യത്തിന് സ്വീകാര്യമായി. എന്തിനേറെ പാൻ ഇന്ത്യൻ മോഡലിൽ നിർമ്മിക്കാതിരുന്നിട്ട് കൂടി മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദന്റെ സിനിമ വലിയ വിജയമായി, ഹിന്ദിയിലോടി. ആ ഭാഷകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജ് ഏറ്റെടുത്തത് വലിയൊരു ദൗത്യമായിരുന്നു. മോഹൻലാൽ എന്ന നടനെയും മലയാള സിനിമയും ഇന്ത്യയിൽ മുഴുവൻ പ്ലേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമായിരുന്നു. അതിൽ സമ്പൂർണ്ണമായി പൃഥ്വിരാജ് പരാജയപ്പെട്ടു പോയി. സമ്പൂർണ്ണ പരാജയം. ഗോദരയും ഗുജറാത്ത് കലാപവും ഒക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഈ പാൻ ഇന്ത്യൻ ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് തന്നെ തെറ്റായിപ്പോയി. കാരണം ഇത് കേട്ട് തഴമ്പിച്ച ഒരു പഴയ പ്രമേയമാണ്. ആ പ്രമേയം ഇപ്പൊ കൊണ്ടിട്ട് കൊടുത്താൽ ഹിന്ദിക്കാർക്ക് ഒരു താല്പര്യവും ഉണ്ടാവില്ല. അവരിത് ഒരുപാട് കേട്ടതാണ്, അതിനുശേഷമാണ് അവർ മോദിയെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ആ ക്രൗഡിനെ ഒരു തരത്തിലും അത് സ്വാധീനിക്കില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയം ഇതിനെ പ്രമേയമാക്കിയത് മണ്ടത്തരമായി പോയി. 2, പിന്നെയുള്ള കേരളത്തിലെ പെറ്റി പൊളിറ്റിക്സാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ K. സുരേന്ദ്രനെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്ക് പോലും നേരിട്ട് പരിചയമുണ്ടാവില്ല, അതിനുള്ള സാധ്യതയില്ല. അയാളെ വലിയ ഗൂഢാലോചനയോടെ ദേശീയ തലത്തിൽ ഇവിടെ സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തുന്ന വലിയ നീക്കത്തിന്റെ ഒരു പിണിയാളായി, വലിയൊരു സംഭവമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തൊരു വിഡ്ഢിത്തമാണ്. ഇവിടെയുള്ളവർ പോലും വില കൊടുക്കാത്ത ഒരാളെ രാജ്യത്തെ ഏറ്റവും വലിയൊരു വില്ലനായി അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പൊട്ടത്തരമാണ്. അതുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയം എടുത്തിറക്കിയതും ശരിയായില്ല. അതായത് സിനിമയുടെ രാഷ്ട്രീയ അജണ്ട പാളിപ്പോയി എന്നർത്ഥം. ഒന്ന്,
ഈ പാൻ ഇന്ത്യൻ സിനിമയാകാൻ വേണ്ടിയാണ് സിനിമയുടെ ആദ്യ ഭാഗം മുഴുവൻ ഹിന്ദി ചേർത്തത്. ഇതര ഭാഷ കൂടി സിനിമയുടെ ഭാഗമാക്കുമ്പോൾ അവർക്കൊരു ഹോംലി ഫീൽ ഉണ്ടാവും. പക്ഷേ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഹോംലി ഫീലും ഉണ്ടാകാൻ പോകുന്നില്ല. പലരും പറഞ്ഞു കേട്ടത് ഇക്കുറി പൃഥ്വിരാജിനെ പ്രൊജക്ട് ചെയ്യുകയായിരുന്നു, മോഹൻലാലിന് റോള് കുറവാണ്. അതൊക്കെ തെറ്റാണ്. മോഹൻലാൽ തന്നെയാണ് നായകൻ. പൃഥ്വിരാജിനെ ലൂസിഫറിലേതുപോലെ തന്നെ പരിമിതമായ റോളുകൾ. ഇതെന്താണ് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായെന്ന് അറിയില്ല. പൃഥ്വിരാജിന്റെ കുടുംബത്തിനൊക്കെ ചെറിയ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലും പൃഥ്വിരാജ് അല്ല, മോഹൻലാൽ തന്നെയാണ് നായകൻ. പൃഥ്വിരാജിന് ചെറിയ റോള് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുകയാണ്. ഈ സിനിമയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചത് പൃഥ്വിരാജിന്റെ പശ്ചാത്തലമാണ്. ഈ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. ആ കഥാപാത്രത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് സിനിമയിൽ ഒരു പ്രസക്തിയുമില്ല. എബ്രാം ഖുറേഷി എന്ന് പറയുന്ന നായകന്റെ വെടിവയ്പ്പുകാരൻ മാത്രമാണ് പൃഥ്വിരാജിന്റെ കഥാപാത്രം. ആ വെടിവയ്പ്പുകാരന്റെ ചരിത്രത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? മോഹൻലാലിന്റെ ചരിത്രം പറയുന്നത് മനസ്സിലാക്കാം. ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ ചരിത്രം പറയാൻ വേണ്ടി സിനിമയുടെ പാതി ഭാഗവും മാറ്റിവെച്ചു. അതും ആ കഥാപാത്രം ഇല്ലാതെ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത്. പാൻ ഇന്ത്യൻ സിനിമ അല്ല ഇത്. അതിനകത്ത് ഒരു പാൻ ഇന്ത്യൻ സംസ്കാരവുമില്ല. നമ്മൾ ഈ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്ന ആളുകൾ വലിയ കഥയുള്ളതോ വലിയ മൂല്യമുള്ളതോ ഒന്നും കാണാൻ പോകുന്നതല്ല. അവർക്കറിയാം ഈ സിനിമയുടെ നിലവാരം എത്രയുള്ളൂ. പുഷ്പ അല്ലെങ്കിൽ ബാഹുബലി ഇതൊന്നും പ്രായോഗിക ജീവിതവുമായി ഒരു ബന്ധവുമില്ല. അടിപിടി, ചവിട്ടു, കുത്ത്, വെടിവയ്പ്, ഹെലികോപ്റ്റർ, വിമാനം, ബോംബ് ഇതെല്ലാം കണ്ട് സമയം കളയാൻ പോകുന്നതാണ്. അത്തരമൊരു സിനിമയ്ക്ക് പോകുമ്പോൾ അത്തരത്തിൽ പ്ലേസ് ചെയ്യണം. ഇപ്പോൾ പുഷ്പയുടെ കാര്യം എടുക്കുക. പുഷ്പയിൽ അല്ലു അർജുനേക്കാൾ തിളങ്ങിയത്, അല്ലു അർജുനേക്കാൾ കയ്യടി നേടിയത് നമ്മുടെ ഫഹദ് ഫസിൽ എന്ന വില്ലനാണ്. അപ്പോൾ ഒരു വില്ലനെ പ്ലേസ് ചെയ്യുമ്പോൾ പോലും അയാൾക്കൊരു ക്യാരക്ടർ വേണം. അതിവിടെ ഇല്ല. ആരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രവുമില്ല. ഇനി മലയാളികളെ കയ്യിലെടുക്കാനാണെങ്കിൽ ലൂസിഫറിലുള്ളതുപോലെ നല്ല കിടിലൻ സംഭാഷണങ്ങൾ വേണം, ഡയലോഗുകൾ വേണം. ഇല്ല, ഒന്നുമില്ല. ആകപ്പാട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ ഓർത്തിരുന്ന ആരോ കൊല്ലുന്നതിന് മുന്നോടിയായി പറയുന്നതാണ്. അത്തരത്തിലാണ് ആ ഡയലോഗ് സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്നത്. അത്തരമൊരു സീനിലല്ല ആ ഡയലോഗ് പറയുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ചീറ്റിപ്പോകും. അപ്പൊ നല്ല ഡയലോഗ് ഇല്ല, നല്ലൊരു അഭിനയ മുഹൂർത്തമില്ല, നല്ല കഥയില്ല, നല്ല തിരക്കഥയില്ല, ഡോക്യുമെന്ററി പോലെ കുറെ അനാവശ്യമായ വിവരണങ്ങൾ. അതിനൊക്കെ സഹിക്കാൻ കഴിയാത്തത് സിനിമയുടെ പശ്ചാത്തല സംഗീതം. കാതടപ്പിക്കുന്ന അൺസഹിക്കബിൾ എന്ന് പറയാവുന്ന പശ്ചാത്തല സംഗീതം സഹിക്കാൻ കഴിയില്ല. അതിനേക്കാൾ ഹൊറിബിളാണ് പാട്ട്. ഒന്നോ രണ്ടോ പാട്ടുണ്ട്. അതിന്റെ ശബ്ദ കോലാഹലങ്ങളിൽ ഒരു വരി പോലും, ആ പാട്ടിന്റെ ഒരു വരി പോലും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. ശബ്ദ കോലാഹലം മാത്രം, അലറി വിളിക്കുക, ചെവി പൊത്തിപ്പോകുന്ന തരത്തിൽ അത്ര അരോചകമായ പാട്ട്. എന്താണ് സിനിമയിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നുമില്ല. നല്ല ഡയലോഗില്ല, നല്ല അഭിനയ മുഹൂർത്തമില്ല, നല്ല ശബ്ദമില്ല, നല്ല പശ്ചാത്തല സംഗീതമില്ല, നല്ല പാട്ടില്ല, നല്ല കഥയില്ല. എന്ന് മാത്രമല്ല ഈ സിനിമയുടെ സംയോജനം എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. ഞെട്ടിച്ചു കളയുന്നതാണ്. കുറേ അധികം സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നു, പല സീനുകളും സംയോജിപ്പിച്ചിരിക്കുന്നു. ഒരു പരസ്പര ബന്ധം വേണ്ട. എന്തിനാണ്? ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കുകയാണ്. സീനിലെ നായികയ്ക്ക് ഒരു അപകടം പറ്റുന്നു. ആ നായികയെ രക്ഷിക്കാൻ വേണ്ടി നായകനെത്തുന്നു. അത്ഭുതകരമായ വരവാണ്. അതിന്റെ ലോജിക്കൊക്കെ പോട്ടെ, ലോജിക്കിലേക്കൊന്നും പോകുന്നില്ല. ലോജിക്ക് നോക്കിയാലല്ലോ ഈ സിനിമയ്ക്ക് ആളുകൾ പോകുന്നത്. എന്തായാലും നായകൻ പറന്നെത്തുകയാണ് നായികയെ രക്ഷിക്കാൻ. ഇതിന് ശേഷം നായികയെ തേടി പോലീസ് എത്തുന്ന ഒരു സീനുണ്ട്. പോലീസ് നായികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായിക ഒരു വിസ്മയ ലോകത്തേക്ക് പോവുകയാണ്. ആ വിസ്മയ ലോകത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നായികയ്ക്ക് യാതൊരു സൂചനയുമില്ലാത്ത നായകന്റെ മറ്റൊരു രാജ്യത്തെ വലിയൊരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷനെ കുറിച്ച് നായികയ്ക്ക് ഒരു ബന്ധവുമില്ല, ഒരു സൂചനയുമില്ല, ഒരു അറിവുമില്ല. എന്തിനാണ് ആ സീനും ഈ സീനും ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിച്ചത്? അവിശ്വസനീയമാണ്. നമുക്ക് വിചിത്രമായി തോന്നും, വളരെ വിചിത്രമായി തോന്നും. ഈ സിനിമയിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന, കൈയടിക്കാൻ തോന്നുന്ന ഒരേ ഒരു സംഭവം പറയാതിരിക്കാൻ നിവർത്തില്ല. അത് മഞ്ജു വാര്യരുടെ അഭിനയമാണ്. പാകതയുള്ള, പക്വതയുള്ള മുഴുനീളൻ കഥാപാത്രമാണ് മഞ്ജു വാര്യരുടേത്. മഞ്ജു വാര്യർ എന്ന പ്രിയദർശിനി അവർക്ക് കിട്ടിയിരിക്കുന്ന റോള് ഒതുക്കത്തോടെ, പക്വതയോടെ കൈകാര്യം. അത് മാത്രമാണ് ആ സിനിമയിൽ ഒരു മെറിറ്റ് ഉള്ളത്. ആകപ്പാടെ ഒരു ചുണ്ടൊന്ന് ചിരിക്കുന്നതിന്റെ ഭാഗമായി അനക്കാൻ കഴിയുന്ന ഒരു സീനേ ഉള്ളൂ. അത് ഈ സിനിമയിലെ ഒരു നടിയെ കൈവിലങ്ങ് വയ്ക്കാനായിട്ട് പോകുന്ന ഒരു സീനുണ്ട്. ഈ സമയത്ത് ഓ വേണ്ട, ചെയ്യരുതേ എന്ന് ഒരു നേതാവ് വിളിച്ചു പറഞ്ഞൊരു സീനുണ്ട്. അത് മാത്രമാണ് നമുക്ക് അല്പം ചിരിക്കാൻ തോന്നുന്ന ഏക സീൻ. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ ഒരു പണത്തിന്റെ കൂന്തളിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ കുത്തിക്കഴുപ്പ് എന്ന് പച്ച മലയാളത്തിൽ പറയും. ഇത് മാത്രമാണ്. ആരുടെയോ പോക്കറ്റിലിരിക്കുന്ന പണം കണ്ട് പൃഥ്വിരാജും സംഘവും അത് വാരിക്കൂട്ടിയെടുത്ത് ചുമ്മാ നശിപ്പിച്ചിരിക്കുന്നു. ഈ സിനിമയ്ക്ക് 228 കോടി ചെലവായെന്ന് പറയുന്നുണ്ട്. ഈ സിനിമയുടെ ഗതി കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടതാണ് ലൈക്കയിലെ സുഭാസ്കരൻ. ഇപ്പോഴും അയാളുടെ പേര് കാണിക്കുന്നുണ്ട് സിനിമയിൽ നിർമ്മാതാക്കളുടെ കൂടെ. ഇങ്ങനെയൊരു സിനിമ, ഇത്രയും കാശ് മുടക്കിയ ഇത്രയും വലിയൊരു സിനിമ ഇറങ്ങാതിരിക്കരുതേ എന്നുള്ള ഒരു കരുണ കൊണ്ട് ഗോകുലം ഗോപാലൻ പോയി തലവെച്ചു കൊടുത്തു. ഗോപാലനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമൊന്നുമില്ല. ഏതാണ്ട് 100 കോടിയോളമാണ് ഗോപാലൻ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ലൈക്ക ഗോപാലിന് കൊടുക്കാനുണ്ടായിരുന്ന കുറെ കാശ് വകവരുത്തി വെച്ചത്. ലൈക്കയ്ക്ക് കാശ് കൊടുത്താൽ മാത്രമേ ലൈക്ക പുറത്തു പോകുമായിരുന്നുള്ളൂ.
ഗോപാലൻ അത് ഏറ്റെടുത്തു. ഗോപാലിന് പണ്ട് മുതലേ ലൈക്ക് കൊടുക്കാനുള്ള കടം ഇതിൻ്റെ കൂടെ വീട്ടി ഗോപാലിന് ഊരിയെടുത്തു. അതുകൊണ്ട് ഗോപാലിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗോപാലേട്ടനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നഷ്ടം വന്നാലും കുഴപ്പമില്ല, വലിയ പബ്ലിസിറ്റി കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി 100 കോടി മുടക്കാനൊന്നും ഗോപാലിനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ പണം ദൂർത്തടിച്ചത്? അനേകം രാജ്യങ്ങളിലൂടെയാണ് ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത്. ഈ പറയുന്ന സീനൊന്നും അവിടെ പോയി ഷൂട്ട് ചെയ്തതല്ല, അവിടെ ക്യാമറ വിട്ട് ചില വിഷ്വൽസ് കൊണ്ടുവന്ന് ഇതിൽ കൂട്ടിച്ചേർത്തതാണ്. എങ്കിൽ പോലും എന്തിനാണ് ഇത്രയധികം പണം ഇതിനു വേണ്ടി മുടക്കിയത്, ഇത്രയധികം സെറ്റുകൾ ഇട്ടത്? രാജ്യത്തിനകത്തും പുറത്തും അനേകം സെറ്റുകൾ ഇട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അനേകം സെറ്റുകളിട്ട്. ഇപ്പം ഞാൻ ഒരു സീൻ മാത്രം പറയാം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സീനാണ് ലണ്ടൻ മെട്രോ, അതായത് ട്യൂബ് എന്നാണ് പറയുന്നത്. ലണ്ടൻ ട്യൂബിൽ ഒരു സീനുണ്ട്. ഈ ലണ്ടൻ ട്യൂബിലെ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്യൂബ് ഒരു ലൈൻ തന്നെ നിർത്തി എന്നാണ് ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഒരു ട്യൂബ് ലൈൻ നിർത്തി കൊടുക്കണമെങ്കിൽ എത്ര രൂപയിലും മുടക്കണ്ടായി, കോടികൾ മുടക്കണ്ടായിക്കണം, അതിന് നഷ്ടം കൊടുക്കണം, വലിയ ഫീസ് കൊടുക്കണമെങ്കിൽ മാത്രമേ സാധിക്കൂ. അല്ലാതെ പൃഥ്വിരാജ് അങ്ങോട്ട് ചെന്ന ഉടനെ എന്നാൽ ശരി നിങ്ങളൊരു കാര്യം ചെയ്തേ ട്യൂബ് ഓഫാക്കി തരാമെന്ന് പറയില്ല ലണ്ടൻ. അവിടെ നിയമ സംവിധാനമുള്ളത് മാത്രമല്ല ഒരുപാട് പോലീസ് വാഹനങ്ങളും ഒരുപാട് പോലീസുകാരും ഒക്കെ എത്തുന്നുണ്ട് ആ സീനിൽ. ഒരുപാട് പണം മുടക്കിയൊരു സീനാണ്. ആകെപ്പാടെ അതിലുള്ളതൊരു മൃതദേഹം കണ്ടെത്തുന്നതാണ്. എൻ്റെ ചോദ്യം, ഈ മൃതദേഹം ലണ്ടൻ ട്യൂബിൽ തന്നെ കാണിക്കണമെന്ന് എന്തായാലും നിർബന്ധം? ഈ സിനിമയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എറണാകുളം MG റോഡിലോ അല്ലെങ്കിൽ മുംബൈയിലെ ഏതെങ്കിലും റോഡിലോ കാണിച്ചപ്പോഴായിരുന്നു. അതിനുവേണ്ടി കോടികൾ മുടക്കി. ഇങ്ങനെ വാരിക്കോരി ഈ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയിട്ടുണ്ട്. ഇത് അങ്ങേറ്റത്ത് ദൂർത്താണ് നടന്നിരിക്കുന്നത്. അനാവശ്യമായ ചെലവാണ്. ഒരു സംവിധായകൻ വിജയിക്കുന്നത് പരമാവധി ബജറ്റ് കുറച്ച് ഒരു സിനിമ പൂർത്തിയാക്കുമ്പോഴാണ്. സംവിധായകൻ എന്ന നിലയിൽ പരിപൂർണ്ണ പരാജയമാണ് പൃഥ്വിരാജ് എന്നതിന് തെളിവാണ് ഈ പണത്തിന്റെ അധികമായ ചെലവ്. ഇത്തരത്തിൽ ഒരുപാട് സീൻസ് ഉണ്ട്. നെടുമ്പള്ളി അണക്കെട്ട്, മുല്ലപ്പെരിയാറാണ് കേട്ടോ, മുല്ലപ്പെരിയാറിന്റെ പശ്ചാത്തലമാണ് പറയുന്നത്. അതൊക്കെ വളരെ വിചിത്രമാണ്. നെടുമ്പള്ളി അണക്കെട്ടിനെതിരെ നടക്കുന്ന ഒരു സമരമുണ്ട്. ആ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകളെ എത്തിച്ചു. അതിനൊക്കെ എത്ര രൂപ ചെലവായിക്കണം? ഇങ്ങനെ അനാവശ്യമായി പണം ചെലവഴിച്ചാണ് സിനിമ ഷൂട്ട് ചെയ്തത്. കേരളത്തിലെ ഏറ്റവും അധികം ഓടിയ 2018 എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമ കണ്ടവർക്കറിയാം, അത് യഥാർത്ഥ വെള്ളപ്പൊക്ക സീനിൽ നടന്ന അതേ ഫീലാണ്. പക്ഷെ സിനിമ ഷൂട്ട് ചെയ്ത് എവിടാന്നറിയാമോ? വൈക്കത്ത് മറവൻതുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 28 ഏക്കർ ഭൂമി എടുത്ത് വെള്ളം നിറച്ച് ഷൂട്ട് ചെയ്തതാണ്. അതിന് സാധ്യത ഇവിടെയുണ്ട്. അതുപോലെ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയുണ്ട്. ഇറാഖിലെ യുദ്ധഭൂമിയിൽ ഷൂട്ട് ചെയ്ത തരത്തിൽ തന്നെയാണ് പകർത്തിയിരിക്കുന്നത്. എന്നാൽ അത് അവിടെ പോയിട്ട് ഇറാഖിലേക്ക് പോയിട്ടേ ഇല്ല. ഹൈദരാബാദിലായിരുന്നു ആ സീൻ മുഴുവൻ ഷൂട്ട് ചെയ്തത്. അത്തരത്തിൽ ഷൂട്ട് ചെയ്യാൻ സാധ്യത ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ലോകം മുഴുവൻ നടന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലൂസിഫർ മനസ്സിൽ കണ്ടുകൊണ്ട് ജനം ആ സിനിമ കാണാൻ പോയി. ലൂസിഫറിന്റെ 7 അയൽപക്കത്ത് പോലും ആ സിനിമ എത്തിയില്ല. യാതൊരു ഫീലും ഇല്ലാതെ ഒരു സിനിമ. അതേസമയം സിനിമയുടെ സാങ്കേതിക ഭാഗത്ത് അത് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഒരു ഹോളിവുഡ് സിനിമയുടെ എല്ലാ സാധ്യതകളും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഫീൽ ചെയ്തോ ഇഷ്ടപ്പെട്ടോ എന്ന രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ സിനിമ മലയാള സിനിമയിൽ ഇത്രയും ഹോളിവുഡ് സാധ്യതകൾ, അതായത് ഹോളിവുഡിന്റെ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് ഒരുപാട് സംഭവങ്ങളിലൂടെ ഈ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഒരു ക്വാളിറ്റി സിനിമയ്ക്കുണ്ട്. മലയാള സിനിമയിൽ ഇത്രയും ഒരു ക്വാളിറ്റി, നിർമ്മാണത്തിലെ ക്വാളിറ്റി, സാങ്കേതിക വിദ്യ ഒന്നും ഇതിനു മുമ്പ് ആരും ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും ഉയരാൻ കഴിയും, ഇത്രയും ബിഗ് ബജറ്റിൽ ചെയ്യാൻ കഴിയും എന്ന് കാട്ടിക്കൊടുത്തു എന്നത് അംഗീകരിക്കാതിരിക്കുന്ന നിവൃത്തിയുമില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്ന സിനിമ അതിനനുസരിച്ച് ഫലമുണ്ടാക്കുമോ, പാൻ ഇന്ത്യയായി മാറുമോ എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഹൈപ്പും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കളക്ഷനും ഈ തള്ളുകൊണ്ട് മാത്രം നേടിയതാണ്. ഇനി കുറച്ചുകൂടി പിടിച്ചു നിൽക്കും സംഘവിരുദ്ധ വികാരമുള്ളതുകൊണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമയെ വളരാനുള്ള ഒരു സാധ്യതയുമില്ല. മാർക്കം ഉണ്ടാക്കിയ ഒരു തരംഗം പോലും ഈ സിനിമ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. പൃഥ്വിരാജ് എന്ന് പറയുന്ന അച്ചടക്കമില്ലാത്ത തള്ളുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു സംവിധായകന്റെ സമ്പൂർണ്ണ പരാജയത്തിന്റെ ഉദാഹരണമായി സിനിമ മാറും. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇനിയെങ്കിലും ഇതിന് 3ാം ഭാഗം എന്ന് പറഞ്ഞ് ഈ പെറട്ട് നാടകത്തിന് കൂട്ടുനിൽക്കരുത് എന്ന അഭ്യർത്ഥന മാത്രമാണ് ബാക്കിയാവുന്നത്.